ഞങ്ങൾ വരട്ടെ, പണിക്കരോട് വിവരം പറഞ്ഞേക്കാം. എന്നാ അങ്ങനെ ഇങ്ങനെയുണ്ടോടാ ചെറുക്കൻ? കൊള്ളാം. 4 പേരോട് അളിയനാണെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ട്. ഉഗ്രൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്കോടി പറയടി. തലമുടിയുടെ ഫാഷൻ വല്ല കുഴപ്പമൊന്നുമില്ലേ? ആണോ? പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിരകാലമായി നിങ്ങൾ ഏവരും കാത്തിരുന്ന കിങ്സ് കാർണിവൽ ഇതാ വരികയായി. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ പ്രദർശനം ആരംഭിക്കുന്നു. കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിവിധ ഇനം കലാപരിപാടികളുമായി എത്തുന്നു കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ നിങ്ങൾ കാണാൻ കൊതിച്ചിരുന്ന കാത്തിരുന്ന കാർണിവൽ കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. ഏപ്രിൽ 1 മുതൽ ചാലിശ്ശേരി മൈതാനിയിൽ കാർണിവൽ, കിങ്സ് കാർണിവൽ, കിങ്സ് കാർണിവൽ. കാർണിവൽ എന്തോട്ട് കാർണിവലാ? ഇവിടെ ഇവന്മാര് എന്ത് കാണിക്കാനാ? നമ്മൾ തന്നെ ഇവിടെ പാടുപെട്ടിട്ട് ഒരു കോപ്പും കിട്ടണില്ല. ഇവന്മാര് കുറെ ഇതുകൊണ്ട് പാടോ. ഒന്ന് വേഗം കുറഞ്ഞിടാ. നാളത്തെ ചന്തയ്ക്ക് കോയമ്പത്തൂർ എത്തിക്കണ്ട, ഇല്ലെങ്കിൽ അബ്ദുല്ല കൂടി സൂപ്പിണ്ടാക്കും. വാടോ ഇങ്ങോട്ട്. എല്ലാ കലാകാരന്മാർക്കും നാട്ടിലേക്ക് പിടിച്ചുകൊണ്ട് ആകാശത്തിൽ അടുത്ത പരിപാടികൾ കാണുവാൻ വിവരമായി ലഭിച്ചത് പ്രതിഭാശാലികളുമായ നാട്ടുവർഷത്തിൽ ചാമ്പ്യന്മാരും പ്രാദേശിക ചാമ്പ്യന്മാരും എത്രയൊക്കെ പങ്കെടുത്തുകൊണ്ട് കളിക്കുന്ന ആകാശത്തിൽ പരിപാടികൾ അടുത്ത കാണുവാൻ മുഖ്യമന്ത്രി വിവരമായി ലഭിച്ചത്. മോട്ടോർ സൈക്കിൾ ഓടിച്ച അതേ മാന്ത്രികൻ സൊലാലപ്പി രാജുൽ സംഘം നയിക്കുന്ന രാജ മതിക്ലാന്റെ പ്രദർശനം കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ കലാസ്നേഹികളും വേഗം വേഗം ഡിഗ്രിയിൽ കരസ്ഥമാക്കി ഞങ്ങളുടെ അടിപ്പോറിയത്തിലേക്ക് പ്രവേശിക്കൂ. മഞ്ഞും മാമലകളും മഞ്ഞുട്ടി പക്ഷികളുടെ നടുവിൽ നിന്ന് വളർത്തിയെടുത്ത ഈ പനിനീർ പുഷ്പത്തിന് നറുമണമുണ്ടെങ്കിൽ ആസ്വദിച്ചു, ഇല്ലെങ്കിൽ വലിച്ചെറിയൂ. ചരിത്രങ്ങളുടെ കൽക്കാവടിയുടെ വെള്ളാരം പാടത്തിന്റെയും എണ്ണത്തിൽ പടങ്ങളുടെയും വാക്കത്തമ്മമാരുടെയും കറുത്തമ്മമാരുടെയും നാടായ ചെറുശ്ശേരിയുടെ രാജാങ്കണ തെരുവുകളിൽ സപ്തവർണ്ണങ്ങളാൽ ചാലിച്ചെഴുതിയ ഒരു ഇതിഹാസമായി മാറിയ രാജാ മാജിക് ലാൻഡ്. റെഡിലേക്ക് റെഡ് അതിനേർക്കാം. ബ്ലൂ വൈറ്റ് green. ആനകാലി, മയിലുകാലി, ഒട്ടകങ്കാലി, കഴുതകാലി, കഴുതപ്പുലികാലി. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. വെയ്രാജാവേ, വെയ്രാജാവേ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെ വെക്കാം, എവിടെയും വെക്കാം.
കളമെല്ലാം കാലിയാണല്ലോ. അതിന് ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ പോയുള്ളൂ. പിന്നെ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വെച്ചോ, ഞങ്ങളൊക്കെ ഒരു കമ്പനിയാണ്. വെച്ചോ, ഇതില് വെച്ചോന്ന് ഒരു പ്രശ്നമല്ല. ഇതിൽ വെച്ചോ. അതെ, 5 രൂപ വെച്ച്. 5 രൂപ. ഇനിയും വെക്കാം. ഇനിയും കളം കാലി. വെറുതെ കാശ് കാർണിവൽ കാണാൻ പോളൂ. കൊടുത്ത കാശ് മുതലാവും. കാർണിവൽ എന്റെ അമ്മയുടെ ഒരു കാർണിവൽ. ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കാം, എവിടെയും വെക്കാം. കഷ്ടകാലത്തിന് അരഞ്ഞാണച്ചായിട്ട് പാമ്പാവെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതാ പാമ്പ്. കാശ് താടോ. 15 രൂപ. ഇതും കൂടി വെച്ചു. ഇനി വെക്കുന്നില്ല. ഓ ശരി. അച്ഛൻ പറഞ്ഞിട്ടാ. കൈരേഖശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, കൈരേഖശാസ്ത്രം. എന്താടാ ആരുമില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും ആ കാർണിവല്ലാത്ത. ഇവന്മാര് വലിയ കോടാലി ആവുമല്ലോ. നീ ആ കമ്മിറ്റിക്കാർ വന്ന് കരുത്തെ പിടിക്കണമെന്നെല്ലാം ചുരുട്ടിക്കെട്ട്. വാ. എങ്ങോട്ടാ? എപ്പോ വെച്ചാലും ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ. ഞങ്ങളുടെ കൂടെ ഞാൻ വന്നാണ്ടല്ലോ ഈ വിളക്ക് വെച്ച് നിന്റെ മുഖത്ത് ഹസ്തരേഖ ഞാൻ കരിച്ചളയും. എന്റെ മോന്ത കണ്ടില്ലേ? പൂവൻകോഴി വിശ്വസിച്ചതുപോലെ സത്യം അവിടെ കുത്തിയിരുന്നു. ഇവിടുത്തെ ഈ പരിപാടി എന്തൊക്കെയാണെന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് അങ്ങ് വരാം. കൂട്ടിമുട്ടാൻ നമുക്ക്. ഞങ്ങൾ വയ്ക്കട്ടെ. പിന്നെ ഗുണം കാണിക്കരുത്. പിന്നെ പോകാം. നമുക്കൊന്ന് കയറി നോക്കാം. ഒന്ന് മാറിക്കേ. അറിയാൻ പാടില്ല. ഒന്ന് മാറിക്കേ. കാശ് പിടി. ടോക്കൺ കൊടു. എത്രയാ? ആകെ പറയാം. താൻ ടോക്കൺ കൊടു. 2 രൂപയാ. ആ ബോർഡൊന്ന് നോക്കാശാന്. 2 ദിവസം കൊണ്ട് കളിക്കാൻ വന്നു. 10 എങ്കിൽ പറയാം. 10 വരെ. 10 അവിടെ. എത്ര? 10. എനിക്കും 10. 10. പിടിച്ചോ. സൂക്ഷിച്ച്. വൈറ്റ് 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 വൈറ്റ്. ബ്ലൂ 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 ബ്ലൂ. യെല്ലോ 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 യെല്ലോ. എത്ര കാശാണ് ഇപ്പൊ കളിച്ചു കളഞ്ഞത്. എന്റെ ആശങ്ക ഞാൻ കളിക്കട്ടെ. യെല്ലോ കയ്യിലുണ്ടായിരുന്ന കാശ് മുഴുവൻ സൂചി എറിഞ്ഞ് കളഞ്ഞു. എന്റെ കാശ് കളിച്ചു പോയി. ഞാൻ പറഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞതാ കളിക്കണ്ട. ഇവൻ പറഞ്ഞില്ല. എന്തിനാടാ കളിക്കാൻ പോയത്? ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞോടാ. നീ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു. മന്ത്രികളെന്ന പേരും പ്രശസ്തിയും കരസ്ഥമാക്കി അറിയ മന്ത്രികൾ പ്രൊഫസർ രാജ്യം സംഘം നയിക്കുന്ന രാജ മജിക് ലാൻഡ്.
യന്ത്രങ്ങളുടെ കൽപ്പാടുകൾ പതിഞ്ഞ കറുപ്പ്, ഇനിയും കറുപ്പ്, ഒരു കറുപ്പും കൂടെ, ഒരു ചോപ്പ്. ഇനി എനിക്കൊരു മഞ്ഞ, എനിക്കൊരു വെള്ള, എനിക്കൊരു ചോപ്പ്. ആശാനെ ഒരു വെള്ള. അതെ, വെള്ള. വെള്ള മാത്രം. വൈറ്റ്, ഡബിൾ വൈറ്റ്, വൈറ്റ് ലക്കി. അതെല്ലാം കൂടെ എടുത്ത് റെഡിൽ വെക്കും. Red one, red double, red triple. ടോക്കൺ കൊടുക്കണ്ട, സംഗതി പ്രശ്നമാവും. നീ ഇതെല്ലാം കൂടെ പോയി. ഹലോ, എനിക്ക് 3 ചാൻസ് രണ്ടല്ലേ കഴിഞ്ഞുള്ളൂ. 6 പ്രാവശ്യം എറിഞ്ഞില്ലേ, ഇനി പറ്റില്ല ശനെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിക്ഷ? 3 ചാൻസ് എന്ന് പറഞ്ഞാൽ 9 പ്രാവശ്യം എറിഞ്ഞ. ഞാൻ 6 പ്രാവശ്യം എറിഞ്ഞുള്ളൂ. കളിക്കാതെ സൂചിച്ചാടോ. ഇനി പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുത്തനും ഇവിടെ കളിക്കാൻ പോണില്ല. സൂചിച്ചാടോ. കൈയെടുക്കാൻ ഉള്ള കാശ് മാറ്റി പോരാ. ഇനി ടോക്കൺ കൊടുക്കണം കേട്ടോ. മര്യാദയിലായിട്ട് എന്താണ്? മാറിക്ക, അങ്ങോട്ട് മാറിക്ക, വെക്കോ. ഒറ്റ നടക്കാണത്. ഓരോരുത്തന്മാർ കളിക്കാൻ വന്നിരിക്കുന്നു. ധൈര്യം കൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കടാ. എടാ, ഇന്ന് ഞാൻ പോയി ടോക്കന്മാർക്ക് കാശ് വാങ്ങിച്ചോണ്ടാ. ചെല്. മിസ്റ്റർ, ഒന്ന് നിക്കണേ, ഒന്നിങ്ങ് വന്നേ. എന്റെ സുമതിയേ, ഇത്രയും വലിയ കെങ്കേമൻ ഇടി ഞാൻ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല മോനെ, ഓരോ ഇടിക്കും ഓരോ കിണ്ടലാണ് വെയിറ്റ്. എന്റെ അമ്മോ, എന്റെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി. നമ്മുടെ ഭരതനാശാനെ നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല.
ഹായ്, ജെയിംസിനെ ഇടിച്ച ആളല്ലേ അത്? അച്ഛാ, ജെയിംസിനെ വിളിക്കട്ടെ, നല്ല സ്റ്റണ്ട് കാണാം. ഓടിയാത്ത ടോക്കൺ ഇല്ല. പിന്നെ ആയിരിക്കുന്നത് വാഴപ്പണ്ടിയാണ്. ടോക്കൺ തരാൻ പറ്റില്ല. അതിന്റെ കാരണമല്ലേ ചോദിച്ചത്. പറയാൻ സൗകര്യമില്ലെങ്കിലോ? സൗകര്യപ്പെടണമല്ലോ, ഇല്ലെങ്കിൽ കളി നിർത്തി ഷട്ടർ ഇട്. മിസ്റ്റർ, നിങ്ങൾക്ക് ടോക്കൺ തരരുതെന്നാണ് നിർദ്ദേശം. കാരണം അറിയണമെങ്കിലേ ഭായിയോട് പോയി ചോദ്യം. ഭായ്? ഏത് ഭായ്? ഞങ്ങൾ കാശാണോ തരണം? ഉള്ള കളിക്കാതെ ടോക്കൺ താടോ. മര്യാദക്ക് ടോക്കൺ കൊടുക്കണോ? ടോക്കൺ അർജുന കാറിന് കോപ്പൊക്കെ പൊളിക്കണം. ഒരു കാര്യം പറയട്ടെ. എന്താ കാര്യം? എന്താ ആശാനെ, നിങ്ങളെപ്പോലുള്ളവർ ഇതുപോലെ നിസ്സാര കാര്യത്തിന് വഴക്ക് കൂടിയാലോ? ഞാനില്ലേ ഇവിടെ. എന്ത് പ്രശ്നം ഉണ്ടായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആ നേർന്നു കേട്. കൈയെടുക്ക്. ഇരിക്കെ. എന്താ കാര്യം? കാര്യം എന്താന്ന് പറ. അങ്ങോട്ട് ഇരിക്കുന്നേ. കുടിക്കാൻ ചായയോ കാപ്പിയോ അതോ? ഒന്നും വേണ്ട. എന്തെങ്കിലും ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇയാൾ കാര്യം പറ. പറയാം. എന്താ പേര്? ഭരതൻ. എന്റെ പേര് ചന്ദ്രപ്പൻ. സ്നേഹമുള്ള ഒരു ബായി എന്ന് വിളിക്കും. 23 വർഷമായി ഞാൻ ഈ കാർണിവലിനെ ചുമക്കാൻ തുടങ്ങി. വാ വാ വാ. ഇതാണ് എന്റെ മകള് റാണി. ഇതല്ലി എന്റെ ഭാര്യ. രണ്ടാം ഘട്ടാണ്. അതെന്തോ ആവട്ടെ. നിങ്ങൾ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? അത് പറ. എനിക്കൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ദയവായി സൂചിയേറിൽ പങ്കെടുക്കരുത്. കാരണം മിസ്റ്റർ ഭരതൻ, 50,000 രൂപയാണ് പൂരം കമ്മിറ്റിക്കാർക്ക് ഞാൻ തറവാടകയായി കൊടുത്തത്. പോലീസിനും പഞ്ചായത്തിനും വേറെ. 10-200 ജോലിക്കാര്, അവരുടെ ശമ്പളം, മറ്റ് ചെലവുകൾ. ഒരു ദിവസം ചുരുങ്ങിയത് 15,000 രൂപയെങ്കിലും വരുമാനം ഉണ്ടായാലേ ഇത് നഷ്ടമില്ലാതെ കൊണ്ടു നടത്താനാവൂ. നഷ്ടത്തിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ഞാൻ പറഞ്ഞോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഭരതനെ പോലെ 3-4 പേര് വിചാരിച്ചാൽ എനിക്കിത് അടച്ചുപൂട്ടി സ്ഥലം വിടേണ്ടി വരും. മരണക്കിണർ, മാജിക് ഷോ, മിനിസു, ഇവയിൽ നിന്നും മറ്റും കിട്ടുന്ന വരുമാനം കൊണ്ട് എന്താവാനാ? സൂചിയേറാണ് കാർണിവലിന്റെ പ്രാണവായു. സൂചിയേറെന്ന് പറഞ്ഞാൽ അത് വെറും ഭാഗ്യം മാത്രമല്ല, അതൊരു പ്രാക്ടീസും കൂടിയാണ്. ഉന്നം തെറ്റാതെ എറിയാൻ അറിയാവുന്ന ഒരാൾ വിചാരിച്ചാൽ ഞങ്ങളെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. എല്ലാ സ്ഥലത്തും നിങ്ങളെപ്പോലുള്ള ഒരു ഭീഷണി ഞങ്ങൾക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവരുമായി ആദ്യമേ സന്ധിയിലെത്തുകയാണ് ഞങ്ങളുടെ പതിവ്. പറയൂ, നമുക്ക് എങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്താം? ഒത്തുതീർപ്പിന് ഞാൻ തയ്യാറല്ലെങ്കിൽ എനിക്കിത് അടച്ചുപൂട്ടേണ്ടി വരും. ഒത്തുതീർപ്പിന് എന്താ വ്യവസ്ഥ? വ്യവസ്ഥ ഞാനിപ്പോ വരാം. വാ. എന്തായി? ഭായി എന്താ പറഞ്ഞേ? ഒത്തുതീർപ്പാക്കണമെന്ന്. എന്നിട്ട് അയാളെന്താ അങ്ങോട്ട് പോയത്?